me go. If this night is not forever, at least we are together. I know I'm not alone. I know I'm not alone. Anywhere, whenever, apart but still together. I know I'm not alone. 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 Unconscious mind, I'm wide awake. Wanna feel one last time. Take my pain away. If this night is not forever, at least we are together. I know I'm not alone. I know I'm not alone. Anywhere, whenever, apart but still together. I know I'm not alone. 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 I'm not വിവാഹ പുതിയൊരു കുടുംബത്തിൽ നിന്ന് രൂപീകരിക്കാനായിട്ട് പോവുകയാണ്. ഇന്നു മുതൽ ഇനി അത് രണ്ടുപേരും രണ്ടല്ല ഒന്നാണ്. അതൊരു മഹാരഹസ്യമാണെന്നാണ് വേദപുസ്തകം പറയുന്നത്. മനുഷ്യരൊരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളുള്ള ബാക്ക്ഗ്രൗണ്ടുകളുള്ള രണ്ട് കുടുംബത്തിൽ നിന്ന് വന്ന രണ്ട് ചിന്താധാരകളുള്ള സ്വഭാവ സവിശേഷതകളുള്ള വ്യത്യസ്തതകളാകുന്ന രണ്ട് പേര് വന്ന് ഇന്ന് ഒന്നാവാൻ പോവാണ്. അത് പോകുന്നതിന് ദൈവത്തിൻ്റെ വലിയ കൃപ നമുക്ക് ആവശ്യമാണ്. ആ കൃപയ്ക്ക് വേണ്ടിയിട്ടാണ്, കൃപാവരത്തിന് വേണ്ടിയിട്ടാണ് ഈ വിശുദ്ധതയിൽ നമ്മൾ പങ്കെടുക്കാനായിട്ട് പോകുന്ന പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. രണ്ട് കാര്യങ്ങൾ ചെയ്യും. നമുക്ക് ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ മറ്റാരും ഇടയ്ക്ക് വന്ന് മൊബൈലിൽ ഫോട്ടോ എടുക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം, വളരെ ഭംഗിയായിട്ട് ചിട്ടയായിട്ട് ഭക്തി നിർഭരമായിട്ട് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. വർത്തമാനങ്ങൾ നമുക്ക് ദേവാലയത്തിനകത്ത് ആവശ്യമില്ല. ഫോട്ടോഗ്രാഫേഴ്സ് വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് ചിട്ടയായിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് സഹായിക്കാനായിട്ട് പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ദൈവാനുഗ്രഹം സമൃദ്ധമായിട്ട് വർഷിക്കണമെന്ന പ്രാർത്ഥനയോടെ ഒന്ന് ചേർന്ന് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കാം. അങ്ങയുടെ
നിർവാഹത്താൽ ബന്ധിതനായി ഹൃദയത്തിൽ ജീവിക്കുവാനേ ദാസനെ വിളിച്ചിട്ടുണ്ട്. സ്വർഗീയ വരങ്ങളാൽ ഈ മധുരന്മാരെ സമരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിനും നന്മയ്ക്കും വേണ്ടി ഈ കൂദാശയോഗ്യതയോട് പരിയമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായ എന്നേക്കും. എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പുത്രഗ്രഹത്തെയും മറന്നു കളയുക. ഞങ്ങളെ രക്ഷകന്റെ മണവാട്ടിയായ സമയം നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം പോലും നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായ രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈറ്റുമുളകൾ പോലെയുമായിരിക്കും. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾ നൽകിയിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ ദൈവം നൽകിയിട്ടുള്ളതെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളെ നിറഞ്ഞ മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെ നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാപുത്ര പരിശുദ്ധാത്മാവുമായി സർവ്വേശ്വരനായ ലോകത്തിന്റെ പ്രകാശമായ മിശിഹായാണ് ഇന്നു മുതൽ ഈ ദമ്പതിമാരുടെ ജീവിതത്തിലെ പ്രകാശവും വഴികാട്ടിയെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ദീപം തെളിക്കുകയാണ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരം നടക്കുകയില്ല എന്ന ലക്ഷ്യ മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോൾ നിനക്ക് സ്തുതിയും തുടർക്കതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ അങ്ങയുടെ കാലിതാൻ അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായ നയിക്കും. വിശുദ്ധ
പത്രോസ് ലീഗ എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. മിശിഹ സഹോദരി അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരരത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ മുൻപ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നുവല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോട് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളുടെ കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. അധ്യായം 2:1 മുതലുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹം നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീതി തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവളോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്കുമെന്ത്? എൻ്റെ സമയമേയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യും. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവാനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം ബക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി അത് എവിടെ നിന്നാണെന്ന്
അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവർക്കും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്ന അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും, എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചു. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. വിശേഷ സ്നേഹമുള്ളവരെ, ആൽവിൻക്ക് സാധാരണ മൂത്തൊരു ചിരിയപ്പോഴാണ് ഇന്ന് എത്ര സീരിയസാണ്, ചൂടിൻ്റെയാണ്. ശരിക്കും എന്നവരോട് ഒരു പ്രസംഗം പറയേണ്ട ആവശ്യമില്ല. കാരണം സാധാരണ രീതിയിൽ ഒരാളെ പുറത്തുനിന്നായിരിക്കും വരുന്നത്. ഇത് രണ്ടുപേരാകുന്നതായതുകൊണ്ട് ഇവരോട് ഞാൻ പറയാനുള്ളതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞുണ്ട്. അതുകൊണ്ട് എനിക്ക് പുതിയതായിട്ട് ഇവരോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്നറിയാൻ പാടില്ല. എന്നാലും ഒരു കാര്യം മാത്രം, രണ്ട് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാണ്. മനോഹരമായിട്ടുള്ളൊരു ബന്ധത്തിൽ അച്ഛൻ ആദ്യം പറഞ്ഞില്ലേ, ബൈബിൾ പറയുന്നത് ഇത് വല്ലാത്തൊരു രഹസ്യമെന്നാണ്. ഇന്ന് മുതൽ രണ്ടല്ല, ഒരു ഒന്നാണ്. ഈ ഒന്നായിട്ട് പോകുന്നത് അതൊരു മഹാരഹസ്യമാണ്. ആ രഹസ്യം അത് ജീവിതാവസാനം വരെ രഹസ്യമായിട്ട് മഹാരഹസ്യമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് ദൈവത്തിൻ്റെ വലിയ കൃപ ആവശ്യമാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം. ആദ്യത്തെ ഒരു കാര്യം അച്ഛന് പറയാനുള്ളത്, ജെറുസലേം ദേവാലയത്തിൽ തിരുനാളിന് പോയ യവസപിതാവിൻ്റെയും മാതാവിൻ്റെയും ഉണ്ണീശ്വരൻ്റെ കഥയാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയാവുന്ന കഥയാണ്. യഹൂദന്മാർ തിരുനാൾ മനോഹരമായിട്ട് ഉല്ലസിച്ച് അടിച്ച് പൊളിച്ച് നല്ല പാട്ടുപാടി നൃത്തം ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. എന്നിട്ട് ദേവാലയത്തിൻ്റെ ഒരു പ്രദേശത്തെത്തി കഴിയുമ്പോൾ പുരുഷന്മാർ ഒരു സൈഡിലേക്കും സ്ത്രീകൾ വേറൊരു സൈഡിലേക്കും പോകും. കാരണം ജെറുസലേം ദേവാലയത്തിൽ സിസ്റ്റം അനുസരിച്ച് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നിൽക്കാനായിട്ട് വേറെ വേറെ സ്ഥലങ്ങളാണുള്ളത്. കുട്ടികൾക്ക് ഇത് ബാധകമല്ല. കുട്ടികൾക്ക് അപ്പൻ്റെയോ അമ്മയുടെയോ കൂടെ നിൽക്കാം. തിരുനാളാഘോഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഇവരെവിടെ വെച്ചാണോ പിരിയുന്നത് ആ മീറ്റിംഗ് പോയിന്റിൽ അവർ വീണ്ടും വന്ന് മീറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലായത് അതെന്താണെന്നും ആരാണെന്നും ഞാൻ പറയാതെ നിങ്ങൾക്ക് രണ്ടുപേർക്കറിയാം. ഉണ്ണീശോ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. പിന്നെ വചനം പറയുന്നത്, യൗസപിതാവും മാതാവും ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത വലിയ അസ്വസ്ഥതകളിലൂടെ സംഘർഷങ്ങളിലൂടെ ആ ദമ്പതിമാർ കടന്നു പോകുന്ന രംഗങ്ങളാണ്. 3 ദിവസങ്ങൾക്കപ്പുറം ഇവർ ദേവാലയത്തിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ അവരുടെ ജീവിതത്തിലെ അസ്വസ്ഥതകൾ തുടർന്നു. ആദ്യത്തെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, യവസപിതാവിൻ്റെയും മാതാവിൻ്റെ പോലെ തന്നെ നമ്മൾ ജീവിതം ആഘോഷിക്കാൻ ശ്രമിക്കുന്നവരാണ്. നന്നായിട്ട് നമ്മുടെ ജീവിതം ആഘോഷിക്കണം. ജീവിതം ആഘോഷിക്കാൻ വേണ്ടി തന്നെയുള്ളതാണ്. കർത്താവ് ഈ ഭൂമിയിലെ ജീവിതം ആഘോഷിച്ച് തന്നെ ജീവിച്ചു. പക്ഷേ ആഘോഷങ്ങൾക്കിടയ്ക്ക് ദൈവത്തിൻ്റെ വിരൽത്തുമ്പിൽ നിന്ന് പിടിവിട്ട് പോകാതിരിക്കാനായിട്ട് നിങ്ങൾ ദമ്പതിമാർ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ കോഴ്സ് കൂടാൻ പോയപ്പോൾ നിങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞു കാണും, വിവാഹം എന്ന് പറയുന്നത് 2 വ്യക്തികൾ തമ്മിലുള്ള ബന്ധമല്ല. ഇറ്റ് ഈസ് എ ട്രയാങ്കുലർ റിലേഷൻഷിപ്പ്. 3 പേര് തമ്മിലുള്ള ബന്ധമാണ്. ഭാര്യ, ഭർത്താവ്, ദൈവം. ഈ 3 പേരും കൂടിയുള്ള ബന്ധമാണ് വിവാഹം എന്ന് പറയുന്നത്. ദൈവമായിട്ട് ഒരിക്കലും നിങ്ങളുടെ വിരൽ തുമ്പിൽ നിന്ന് പിടിവിടില്ല. നിങ്ങൾ വിടാതെ മുറുകെ പിടിച്ചേക്കണം. ദൈവത്തിൻ്റെ വിരൽ തുമ്പിൽ നിന്ന് പിടിവിട്ട് പോയി കഴിഞ്ഞാൽ മക്കളെ അച്ഛൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ അധികം താമസിക്കാതെ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന അസ്വസ്ഥതയുടെ നാളുകളായിരിക്കും. മനുഷ്യ നിലയിൽ ചിലപ്പോൾ അങ്ങനെ വിട്ടു പോകാം, സാധ്യമാണ് ആഘോഷങ്ങളിലിടയിൽ. പക്ഷേ യവസപിതാവും മാതാവും കാണിച്ചു തരുന്ന
നസ്രത്തിലെ ദമ്പതിമാർ കാണിച്ചിട്ട് മാതൃക മറക്കരുത്. എവിടെ നിന്നാണോ വിട്ടുപോയതെന്ന് തോന്നി അവിടേക്ക് അവർ തിരിച്ചു നടക്കുന്ന ജെറൂസലേം ദേവാലയത്തിലാണ്. അവിടെ വിരിച്ചു കരങ്ങളുമായിട്ട് അവരെ കാത്തിരിക്കൊണ്ട് ഈശോ. അവൻ്റെ ഒരു വിരലിത്തുമ്പിൽ പിടിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിലെ എന്ത് പൊടി കിട്ടിയ പ്രശ്നങ്ങൾ. അതാണ് ആദ്യമേ പറയാനുള്ള കാര്യം. രണ്ടാമത് പറയാനുള്ള ഒരു കൊച്ചു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ പഴയ കൈക്കാരൻ്റെ കൂടെ ഒരു ദിവസം കൈക്കാരൻ്റെ വാഹനത്തിൽ യാത്ര ചെയ്യാണ്. അപ്പോൾ പെട്ടെന്ന് കൈക്കാരന് ഒരു കോള് വന്നു. കൈക്കാരൻ എന്നോട് പറഞ്ഞു, അച്ഛാ കോൾ വന്നു, അറ്റൻഡ് ചെയ്തേക്കാവുന്നു. അപ്പോൾ മറ്റേ ലവൻ പറയണമുണ്ട്. അപ്പോൾ പറയണേ പെട്ടെന്ന് ഒടുക്കത്തിൻ്റെ വിഷയമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാണ്ടായിരുന്നു. തുറ്റണം അവർ പറയണം. നമ്മൾ ആദ്യമായിട്ടുള്ള സാധനം കേൾക്കണം. അവസാനം നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ കോൾ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. അതിൽ ടൈപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്, ബെറ്റർ ഹാഫ് കോളിംഗ്, ബെറ്റർ ഹാഫ് കോളിംഗ്. മനസ്സിലായോ? ബെറ്റർ ഹാഫ് കോളിംഗ്, ബെറ്റർ ഹാഫ് കോളിംഗ്. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ നല്ല പാതി എന്നെ വിളിക്കുന്നു എന്നാണ് ആ കോഡ് പറയുന്നത്. നിന്റെ നല്ല പാതി, ബെറ്റർ ഹാഫ്. ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു ചൊല്ലുണ്ട്, അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. പുറത്ത് ജീവിക്കുന്ന ആൽവിന് കൃത്യമായിട്ടൊന്നും അറിയാൻ പറ്റും. ആൽവിനെ സംബന്ധിച്ചിടത്തോളം ആൽവിൻ്റെ ബെറ്റർ ഹാഫ്, നല്ല പകുതിയാണ് അയാളുടെ ഭാഗത്തിരിക്കുന്നത്. റോയലിനെ സംബന്ധിച്ചിടത്തോളം റോയലിൻ്റെ ബെറ്റർ ഹാഫാണ് അപ്പുറത്തിരിക്കുന്നത്. ജീവിത പങ്കാളി, ലൈഫ് പാർട്ട്ണർ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം തന്നെ നിൻ്റെ ജീവിതത്തിൻ്റെ പങ്ക് കൈയാളുന്ന വ്യക്തി എന്നാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പങ്കിരിക്കുന്നത് നിൻ്റെ കയ്യിലല്ല. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ഇന്നു മുതൽ ഭാര്യയ്ക്കല്ല ഭർത്താവിനാണ് നിൻ്റെ മേൽ അവകാശം. പൗലോസ്ലീഹ വീണ്ടും കൂട്ടിച്ചേർക്കാണ്, ഇന്നു മുതൽ ഭർത്താവിനല്ല ഭാര്യയ്ക്കാണ് നിൻ്റെ മേൽ അവകാശം. എൻ്റെ സംഭവം നിൻ്റെ ബെറ്റർ ഹാഫ്. അവകാശമുള്ളവർ അല്ലെങ്കിൽ അവകാശമുള്ളവർ അപ്പുറത്തിരിപ്പുണ്ട്. ചേർത്ത് പറയണം, പരസ്പരം നിങ്ങൾ ബഹുമാനിക്കാൻ ശ്രമിക്കുക. പലപ്പോഴും നമ്മുടെ വ്യക്തിബന്ധങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും കാണുന്ന തകർച്ചകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പര ബഹുമാനം ഏതൊക്കെയോ പോയിന്റിൽ വെച്ച് നഷ്ടപ്പെടും. ഭാര്യയും ഭർത്താവും ഒരു കുടുംബം താങ്ങി നിർത്തുന്ന രണ്ട് പില്ലേഴ്സാണ്. ഒരൊറ്റ പില്ലറിന് എല്ലാ വീട്ടിലിരിക്കുന്നത്, രണ്ട് പില്ലറിന്. ഇതിൽ ഒരു പില്ലറിന് എന്തെങ്കിലും ഷെയ്ക്കോ ആ പില്ലറിന് എന്തെങ്കിലും കേടുപാടുകളോ സംഭവിച്ചാൽ വീട് ഒരു സൈഡിലേക്ക് ഇരിക്കും. അതുകൊണ്ട് നിൻ്റെ ബെറ്റർ ഹാഫിനെ നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്യുക. അതാണ് നിങ്ങളോട് പറയാനുള്ള രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞിട്ട് അച്ഛനോട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഈ വിവാഹ ജീവിതത്തെ കുളമാക്കാൻ പല സംഗതികൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. വ്യക്തികളായിട്ട് വരും, സംഭവങ്ങളായിട്ട് വരും, സാഹചര്യങ്ങളായിട്ട് വരും, പ്രശ്നങ്ങളായിട്ട് വരും, രോഗങ്ങളായിട്ട് വരും, എന്ത് വേണമെങ്കിലും വരും. പക്ഷേ എന്ത് വന്നു കഴിഞ്ഞാലും അതിനെ നേരിടാനായിട്ട് ദമ്പതിമാർക്കുള്ള ഒരു കുറുക്ക് വഴി ഉപായം, അത് ദമ്പതിമാരുടെ സുവിശേഷം എന്ന് വിളിക്കപ്പെടുന്ന തോബിത്തിൻ്റെ പുസ്തകത്തിൽ ഒരു മനോഹരമായിട്ടുള്ള സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. തോബിത്തിൻ്റെ ഭാര്യയായി വരുന്ന വധുവായിട്ട് വരുന്ന ഈ സാറ എന്ന പെൺകുട്ടിയെ ഒരു പിശാചിൻ്റെ ഉപദ്രവം ഉണ്ടായിരുന്നു. അവൾ നേരത്തെ ഏതാനും പേരെ വിവാഹം ചെയ്തിരുന്നവരാണ്. അവരെല്ലാം ആദ്യരാത്രിയിൽ വധിക്കപ്പെട്ടു. അപ്പോൾ സാറയുടെ അപ്പൻ തോബിയാസിൻ്റെ അമ്മായിപ്പൻ
ഇവനും മരിക്കും എന്നോർത്ത് കുഴി വെട്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ആ പാതിരാത്രി സംഭവിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭാര്യയും ഭർത്താവും അവരുടെ വിവാഹത്തിൻ്റെ ആദ്യ രാത്രി അവർ കിടക്കുന്നതിന് മുൻപ് 2 പേര് മുട്ടുകുത്തിയെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വചനം പറയുന്നത് ഇവരുടെ പ്രാർത്ഥന സ്വർഗത്തെ പിടിച്ചു കുലുക്കി. ഈ വധൂവരന്മാർ സന്തോഷത്തോടെ പ്രതീക്ഷയോടും കൂടെ ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ അവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും അവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ അവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ അവരെ വളർത്തിയ മാതാപിതാക്കന്മാരെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ അവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ പ്രിയ സഹോദരനെ, ഈ വധൂവരന്മാർ വിവാഹമെന്ന കൂദാശയാൽ ബന്ധിതരാകുവാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി റോയിലിന് എൻ്റെ ഭാര്യയെ സ്വീകരിക്കുന്നു. റോയിലിൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ആൽവിനെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടുകൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ ആവശ്യമില്ല. നിങ്ങളുടെ വിവാഹത്തിൽ ബന്ധിക്കുന്ന ആളുകളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ബന്ധിക്കുന്ന ഈ 4 ദയാപൂർവ്വം ആശീർവദിക്കുക. ഐക്യത്തിന്റെ പ്രതീകമായി മാറി അപരിമിതമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ബന്ധിക്കുന്ന ആളുകൾ ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശത്തിന് സ്വന്തവും പ്രോത്സാഹിക്കുന്നതാണ്. എൻ്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധമായി ജീവിക്കുന്നതാണ്. ഇതിനെ മൗലികമായി കുറിച്ച് പ്രദർശനത്തിനാകട്ടെ. ഇതിലൂടെ വിശ്വസ്തരാകുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെ വിശ്വസ്തരായി ഇവർ പരസ്പരം ഉന്നയിക്കുന്ന ഈ മോദനങ്ങൾ ആശീർവദിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മക്കളോട് വെച്ചിരുന്നു. കൃപാവരുടെ ആശീർവദിക്കുന്നതായ മനുഷ്യാത്മാവിനെ അനുകരിക്കുന്ന കാരണമായ കർത്താവേ, ഈ മക്കളോട് ആശീർവദിക്കണമേ. പൂർണ്ണമായ ആശ്വാസത്തോടും പരസ്പര സ്നേഹം വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയെ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിന്റെ ശുദ്ധരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. Oh
സന്തോഷത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാവുന്ന വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. സഹോദരരെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവത്തിന്റെ ആന്തരിക സൗന്ദര്യങ്ങളും പരിശുദ്ധമാനങ്ങളും അവിടെ നിങ്ങളെ സമ്മതമാണ്. തിരിച്ചുകളുടെ ശിരസായിരിക്കണം എപ്പോഴും നിങ്ങൾ കരുണാകർത്താവും സംരക്ഷിതമായിരിക്കും. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും മാനസികവും ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവർ തന്നെ രക്ഷിക്കരുത്. ദൈവങ്ങൾ മാത്രമേ സമൂഹത്തോട് സ്വീകരിക്കുന്നത് അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നത് അവർ നിങ്ങളെ സഹായിക്കും. അവരുടെ സ്തുതിയും ആരാധനയെ സ്മരണയും ഇപ്പോഴും എപ്പോഴും അബ്രഹാമിനെയും സാറയെയും അനുഗ്രഹിച്ച ദൈവമേ, അഭയമായി വരെ ഒന്നിപ്പിച്ച പരിപാലനയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ കർത്താവായ മിശിഹായ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധനെ തിരുവുടുംബത്തിന്റെ നായകനായ മാറിയോസേഫിന്റെ മാധ്യസ്ഥതയുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥനവരെ സഹായിക്കട്ടെ. സകലത്തിന്റെയും നാഥായ അനന്തമായ സ്നേഹത്താലും പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരണവാനായ ദൈവം വാഴ്ത്തപ്പെടാനാകട്ടെ. നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിൽ അവിടെ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ ഞങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂതാശകളെ ശക്തരാക്കുകയും എല്ലാ സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യത്തെ സഹായിക്കാൻ ദൈവങ്ങളുടെ പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയമാണവരുടെ സ്തുതിബഹുമാനവും ഹൃദയങ്ങളെയും സ്വാഭിമാനങ്ങളെയും ഇപ്പോഴും എപ്പോഴും
1,000 miles apart. For better or for worse, you stood next to me. Always found a way not to give up on me. Remember when you used to say, you know our love can save it all. We've been together for so long, so don't give up on who we are. We'll work it out somehow. You know our work can change it all. I had my doubts, but now I know I wanna be with you for life, each day and every night, because our love can save it all. I wish there was another me, another you, so we could go back to the point where we met. Another place, another chance, we'll make it right, so meet me halfway. I know you'll feel the same. For better or for worse, you stood next to me. Always found a way not to give up on me. Remember when you used to say, you know our love can save it all. We've been together for so long, so don't give up on who we are. We'll work it out somehow. You know our work can change it all. I had my doubts, but now I know I wanna be with you for life, each day and every night, because our love can save it all. You know our love can save it all. We've been together for so long, so don't give up on who we are. Work it out somehow. You know our work can change it all. I had my doubts, but now I know I wanna be with you for life, each day and every night, because our love can save it all. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. മണവാളനെ എതിരേൽക്കാൻ വിളക്കുകളുമായി പുറപ്പെട്ട 10 കന്യകൾക്ക് സദൃശ്യമാകുന്നു സ്വർഗരാജ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകമതികളുമായിരുന്നു. വിവേകശൂന്യർ വിളക്കുകൾ കൊണ്ടുപോയി, എന്നാൽ എണ്ണ എടുത്തിരുന്നില്ല. വിവേകവതികൾ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയാൽ എല്ലാവരും ഉറങ്ങിപ്പോയി. പാതിരാവിൽ ഒരു ആർപ്പുവിളി കേട്ടു, ഇതാ മണവാളൻ വരുന്നു, പുറത്തു വന്ന് അദ്ദേഹത്തെ എതിരേൽക്കുവിൻ. കന്യകമാരെല്ലാവരും ഉണർന്നെണീറ്റ് വിളക്കുകൾ ഒരുക്കി. ഒരുങ്ങി നിന്നവർ അദ്ദേഹത്തോടൊപ്പം മംഗല്യാഘോഷങ്ങൾക്കായി അകത്ത് പ്രവേശിച്ചു. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കുടുംബജീവിതം ആരംഭിക്കുന്ന ഈ നവദമ്പതികളെ സന്തോഷവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നല്ല ആഗ്രഹങ്ങൾ സഫലമാക്കണമെന്നും ഉത്തമ സന്താനങ്ങളെ നൽകി ഇവരെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തരായ ധാരാളം ഉത്തരങ്ങളെ നൽകണമെന്നും സൗഭാഗ്യത്തിൽ ഇവരെ പുലർത്തണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
പിതാവായ ദൈവമേ, വിവാഹം എന്ന കൂദാശയിൽ ഇവരെ ഒന്നാക്കിയതിന് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇനി ഇവർ രണ്ടല്ല ഒന്നാണ് എന്ന അവബോധം ഇവരിൽ സദാ വളർത്തേണമേ. ഇവർ അന്യോന്യം സമർപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും പോരായ്മകൾ ക്ഷമിച്ചും സഹിച്ചും വളരുവാൻ, പരസ്പര ധാരണയിലും ഐക്യത്തിലും ജീവിക്കുവാനും അന്ത്യം വരെ വിശ്വസ്തരായി വ്യാപരിക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. ജീവിതാന്ത്യത്തിൽ അങ്ങയെ നേരിൽ കണ്ട് ആനന്ദിക്കുവാനുള്ള അനുഗ്രഹം ഇവർക്ക് പ്രദാനം ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. വാമഭാഗം അലങ്കരിക്കാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ദൃശ്യയെയും ഏറെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Let's welcome Mrs. Joy's parents, Mr. K.S. Joseph Kuriyan and Mrs. Eliana Matthew Kuriyan to the stage. നമ്മുടെ ബ്രൈഡിന് 2 സിബ്ലിങ്സ് ആണുള്ളത്. മൂത്ത സഹോദരി ജോയിലിൻ ഇറ്റലിയിൽ സെറ്റിൽഡ് ആണ്. ഇപ്പൊ രണ്ടാമത്തെ സഹോദരി നമ്മോടൊപ്പം ഉള്ളത് ശോഭലിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Candle lighting ceremony. May I please invite handsome groom and gorgeous bride to come forward and light the unity candle. As Adam said in our royal lady lights the unity candle together, they symbolize the joining of 2 families, 2 leaves and 2 souls. May this flame burn bright forever and your love continue to grow strength with each day passing. തിരി തെളിയിച്ച് നൽകുന്നതിനായിട്ട് ശോഭയെ സ്വാഗതം ചെയ്യുന്നു. This is my
cover it all in one bitterness. This is my life. I'm looking for you, searching love in your eyes. This is my life. I'm chasing a dream that fade away in the night. I start to miss your smile. Your voice is all I hear. I'm chasing hollow eyes. Show me I'm wrong tonight. This is my life. I'm looking for you, searching love in your eyes. This is my life. I'm chasing a dream that fade away in the night. We look out and see the world. It takes everything we have to face it. Without a sound, we take a step. Inside our hearts are racing. If it takes forever, we'll get there together. I'm winding along this road, not knowing where it will go. No matter what life brings, if it's you and me, we're ready for anything. Watching the clouds go by, in our time we'll learn to fly. No matter what life brings, if it's you and me, we're ready for anything. We're ready for anything. We're ready for anything. We're ready for anything. So as we run into the sun, sometimes I know we're gonna fall down. Hold my hand and we'll get up. I know we're gonna make it somehow. If it takes forever, we'll get there together. I'm winding along this road, not knowing where it will go. No matter what life brings, if it's you and me,
Bye.
Toi c'est amour, toi c'est une voix, toi c'est tes yeux, et c'est ma joie. Sajna, Sajna, oh yaadna. Toi c'est si beau, toi c'est pour moi, toi c'est bien là, et je n'y crois. Toi c'est soleil, 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 soleil de chaque instant. Toi c'est soleil, 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 soleil de chaque instant. Toi c'est soleil, 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 soleil de chaque instant. Toi c'est distant, toi c'est changeant, toi c'est soleil, soleil, soleil. Toi c'est soleil, toi c'est printemps, toi c'est soleil, toi c'est printemps. Sajna, Sajna, oh yaadna. Toi c'est présent, toi c'est bonheur, Bintere, Georgie, Gadget, Sassy, Juliet.